ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഫസ്റ്റ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലെ എന്ത് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ തോട്ട്സ് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഇനി നല്ലതൊന്നും സംഭവിക്കത്തില്ല. അതായത് നിങ്ങൾക്ക് ദൂരെയോട്ട് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഒരു പ്രതീക്ഷയുടെ കിരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതാദ്യം നിങ്ങൾ മാറ്റുക. ചിലപ്പോൾ നിങ്ങളുടെ മഹാദശാകാലം നടക്കുന്നതായിരിക്കും. ശനിദശയോ അല്ലെങ്കിൽ രാഹുദശയോ കേതുദശയോ ചൊവ്വാദശയോ എന്തോ ഒരു മഹാദശാകാലം നടക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ആ ഒരു ഇതിലും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കത്തില്ല എന്നായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഭാവി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും വായിൽ നിന്ന് ഇങ്ങനെ എന്തോ കേട്ടു. അതായത് നിങ്ങളുടെ ഭാവി സുരക്ഷിതം ആക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ഒരു മഹാദേശകാലം നടക്കുകയാണ്, ഇപ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം കേട്ട് കാണും. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ നിങ്ങൾ വച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, എൻ്റെ ഭാവി എന്താവും, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജോത്സ്യനെ നിങ്ങൾ കൊണ്ട് കാണിച്ചാണ്. അപ്പോൾ ജോത്സ്യൻ്റെ വായിൽ നിന്ന് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൈ നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഊർജ്ജത്തെ മാറ്റാനുള്ള സോഴ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, അതായത് ഏത് മോശം അവസ്ഥയും നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ട്. അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുക, ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എത്ര നെഗറ്റിവിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മം, നിങ്ങളുടെ നല്ല ചിന്താഗതി, അത് ആ ഒരു നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കും. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു ഊർജ്ജത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇതാണ്. നെഗറ്റീവ് തോട്ട്സ് അല്ലാതെ വേറൊന്നും നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ല. അതാദ്യം മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾ പല ആൾക്കാരും വിചാരിക്കുന്നത്, എത്ര ശ്രമിച്ചിട്ട് നെഗറ്റീവാണ് വരുന്നത്, പോസിറ്റീവ് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന്. അത് ഉള്ളിൽ നിങ്ങൾ തന്നെ അത് വിചാരിക്കണം. എനിക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്യാൻ. നെഗറ്റീവ് വരുമ്പോൾ തന്നെ ഡിലീറ്റ് എന്ന് പറയുക. കാരണം ഇതൊരു ചലഞ്ചിങ് സിറ്റുവേഷനാണ് എന്ന് വിചാരിക്കുക ലൈഫിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ തോറ്റു പോകത്തില്ല, എനിക്ക് ഇതിൽ വിജയിക്കണമെന്ന് മനസ്സ് വിചാരിച്ച് നെഗറ്റിവിറ്റിയുടെ മേൽ വിജയം കൊയ്യുക. നിങ്ങൾ ഇവിടെ അസംഭവ്യത്തെ സംഭവമാക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ ആ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കാനേ പറ്റൂ. മറിച്ച് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ പോസിറ്റീവ് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊണ്ട് പറയുക, എൻ്റെ ലൈഫിൽ എല്ലാം നല്ലതായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്, ഒന്നും മോശമായിട്ടല്ല സംഭവിക്കുന്നത്, എല്ലാം നല്ലതായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നിമിഷം എൻ്റെ ലൈഫിൽ സന്തോഷമാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ട് പറയുക. ഇനി പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഇമാജിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് സെലിബ്രേഷൻ്റെ മൂഡിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട്, എല്ലാവരും നിങ്ങളെ നോക്കി പ്രശംസിക്കുന്നതായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് അതിങ്ങനെ ഇമാജിൻ ചെയ്യുക പോസിറ്റീവായിട്ട്. അപ്പോൾ ദൈവം അത് സഹായിക്കും. നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഇതും പറ്റുന്നില്ലെങ്കിൽ അഫർമേഷൻസ് വെള്ളത്തിൽ പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക. അതെങ്കിലും ചെയ്യുക നിങ്ങൾ. അതായത് ഈ ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾ ഇത്രമാത്രം പറയുക, എൻ്റെ ലൈഫിൽ എല്ലാം നല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെല്ലാം നല്ലതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, അങ്ങനെ പറയുക. ഈ ഒരു കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കും. എൻ്റെ ലൈഫിലെല്ലാം നല്ലതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ഐ ലവ് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പറ്റുന്നത്തോളം പറയുക. ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കും, ഉറപ്പാണ്. ഈ നെഗറ്റിവിറ്റിയിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. ഈ ഒരു വിക്ടറിയെ നിങ്ങൾക്ക് സ്വയമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല ക്രിയേറ്റ് ചെയ്യാൻ. നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മുടെ ലൈഫിൽ എന്ത് മോശം സ്ഥിതി ആയിക്കൊള്ളട്ടെ, നമ്മൾ ഒരിക്കലും അതിനെ കണ്ട് പേടിക്കാൻ പാടില്ല. ഇവിടെ 3 നമ്പർ 333 ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ ആ ഒരു പ്രശ്നം അവസാനിക്കാൻ പോവുകയാണ് എന്നാണ്. ഓരോരുത്തരുടെ ലൈഫിൽ ഡിവൈൻ ടൈം വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ ടൈം വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ അവസാനിക്കും, മോശ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, പേഷ്യൻസ് ആയിട്ടിരിക്കുക.
ഇവിടെ എനിക്കറിയാം നിങ്ങളുടെ ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിന്തിക്കാതിരിക്കാൻ പറയുകയാണ് ഞാൻ. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നാളെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതാണ് എന്ന് വിചാരിക്കുക നിങ്ങൾ. ഈ ഒരു പ്രശ്നം അവസാനിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അവസാനിക്കുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്കിഷ്ടമുള്ള എന്താണോ അത് നിങ്ങൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹൃദയം അതിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ കഴിഞ്ഞു പോയ ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണൽ ആയിട്ട് ഉള്ള ഒരു സമയമായിരുന്നു. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് ആ ഒരു നെഗറ്റിവിറ്റി കീഴടക്കിയിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ കൂടെ രണ്ട് രീതിയിലുള്ള വിചാരങ്ങൾ, അതായത് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വിചാരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പോസിറ്റിവിറ്റിയുടെ മേൽ നെഗറ്റിവിറ്റി ചില സമയം എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് ഒരു വിഷമമായിട്ട് വന്നു. നിങ്ങൾക്ക് ആ ഒരു സമയം ഏതോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, പിറകിലോട്ട് പോകാനും പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു ദൈവത്തിനോട്. ഇവിടെ നിങ്ങളെ നെഗറ്റിവിറ്റി പിന്നിലോട്ട് വലിക്കുന്നു, പോസിറ്റിവിറ്റി മുന്നിലോട്ട് വലിക്കുന്നു. ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ അവസ്ഥ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്താലും ഇല്ലെങ്കിലും ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ഒരു തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ കൂടെ സപ്പോർട്ടിനുണ്ട് എങ്കിൽ 3 നമ്പറിൻ്റെ ആ ഒരു എനർജി നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ കുറച്ച് പാടായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കാതെ ഓണസ്റ്റായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും, എനിക്ക് പറയാൻ പറ്റാത്ത. പക്ഷേ നല്ല കാര്യങ്ങൾ, മോശം കാര്യങ്ങളല്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഗംഭീരമായിട്ടുള്ള സമയം നടക്കുന്നില്ല. ഇങ്ങനെ ഈ ഒരു ഗംഭീരമായിട്ടുള്ള സമയത്തിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു ഉപസ്ഥിതി, ദൈവത്തിൻ്റെ ഉപസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയെന്ന് നോക്കുമ്പോൾ ഞാൻ ഇൻഡയറക്റ്റായിട്ട് പറയാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മോശം സ്ഥിതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കത്തില്ല എന്ന്. ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഒരു മിറാക്കിളിനെ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനൊരു സ്ഥിതിയാണ് അത്. അതായത് നമ്മൾ പറയത്തില്ലേ, ദൈവമേ എനിക്ക് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല, അങ്ങേക്ക് മാത്രമേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രാർത്ഥിക്കത്തില്ല, അതേപോലെ. അപ്പോൾ ഈ ഒരു സമയവും ആ ഒരു സമയമാണ്. അതായത് നമ്മൾ ഈശോനെ ഫീൽ ചെയ്യും. ഈശോന് മാത്രമേ എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈശോൻ്റെ ആ ഒരു കാൽവയ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് ഫീലാകും. ആ രീതിയിലായിരിക്കും ഈശോൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇൻഡയറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ, അത് ഇനി നിങ്ങൾ ഡയറക്റ്റായിട്ട് മനസ്സിലാക്കുവാൻ പോകുകയാണ്. ഭഗവാന്റെ ആ ഒരു ഉപസ്ഥിതി, ഭഗവാൻ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഈ ഒരു മോശം സാഹചര്യത്തിൽ ഭഗവാൻ എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ആവത്തില്ല. നിങ്ങൾക്ക് സ്വയം അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾക്കത് ഫീൽ ആവുന്നത്. ഇത് ആത്മീയതയുടെയും മിറാക്കിളിൻ്റെയും ഒരു മിഷനാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് വളരെ സഡനായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം അത് പൂർണ്ണമാകുന്നെങ്കിൽ അത് സഡനായിട്ടായിരിക്കും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സഡനായിട്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കാതിരിക്കുമ്പോഴായിരിക്കും സഡനായിട്ടായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത്, ഒരു മിറാക്കിൾ പോലെ. അപ്പോൾ നമുക്ക് തോന്നും ആ ദൈവം നമ്മളെ കാണുന്നുണ്ട്, എൻ്റെ വിഷമം ദൈവം കാണുന്നുണ്ട് എന്ന്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം ഭഗവാന്റെ കൺട്രോളിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സ്ഥിതികൾ മാറ്റാവുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വിഷമിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം പലതും ചിന്തിച്ച് വച്ചിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിന്തിച്ചതുപോലെ വേറെ ആരും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. നിങ്ങൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമായിട്ടാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് വച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഇങ്ങനെ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ ആൾക്കാരുടെയും ലൈഫിൽ വളരെ മോശം അവസ്ഥയിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ്
ഇതിലൂടെയാണ് മിക്കവാറും ആൾക്കാരും പോകുന്നത്. ഇവിടെ നമ്മുടെ പുറമേയുള്ള സംഘർഷങ്ങൾ നമ്മൾ പിന്നെയും നമുക്ക് എന്തെങ്കിലും ചെയ്ത് മാറ്റാം. പക്ഷെ ഉള്ളിലെ ആ ഒരു സംഘർഷം അത് ദൈവത്തിന് മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ദൈവം തന്നെ അവിടെ പ്രകടമായി നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരുന്നതാണ്. എന്തോ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പരിഹാരം നേരെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കുന്നതാണ്. ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സഹായിക്കുന്ന അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 പരിഹാരം നിങ്ങൾക്ക് ആ വ്യക്തി പറഞ്ഞു തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ഒരു പീലറിനെ പോലെയാണ്, ഒരു ഏഞ്ചലിനെ പോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിഷമത്തിൻ്റെ പരിഹാരം പറഞ്ഞു തരുന്ന ആ വ്യക്തി. ഈ ഒരു വ്യക്തി ഒരു മെയിൽ പേഴ്സണാണ്, ഫീമെയിൽ അല്ല, അതും ഞാൻ പറയാം. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും രൂപത്തിൽ വന്ന് ദൈവം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ വച്ച് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവം നിങ്ങൾക്ക് തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മെയിൽ പേഴ്സൺ ആയിരിക്കും അത്. എന്തായാലും ആ വ്യക്തി നിങ്ങൾക്ക് 2 രീതിയിലുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴായിരിക്കാം ആ ഒരു പരിഹാരം അദ്ദേഹം പറയുന്നത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെയും കാട്ടി ഏജിൽ വലിയ വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെയും കാട്ടി വയസ്സിന് മൂത്ത ഒരു മെയിൽ പേഴ്സണുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുക. അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സംസാരത്തിലൂടെയാണ് നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അതായത് നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ പോയി അവസാനിക്കുന്നു എന്നുള്ളത് ഇതുപോലും അറിയാൻ പറ്റില്ല. ആ രീതിയിൽ സംസാരിച്ച് പോകുമ്പോഴായിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ വളരെ ലൈറ്റായിട്ട് നിങ്ങൾ എടുക്കരുത്, സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക. ഇവിടെ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും ആ വ്യക്തിയിൽ നിന്ന്. ഇത് ദൈവിക കൃപ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയിലൂടെ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എവിടെയാണോ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ ആ ഒരു സ്ഥിതികളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവിടെ ദൈവം തന്നെ എന്തെങ്കിലും ഒരു മിറാക്കിൾ പ്രവർത്തിക്കും. ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മം, അതാണ് ദൈവം നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ കാരണം. നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്ന കർമ്മം കൊണ്ട് ഉള്ള ഒരു എനർജിയാണ്. ഇവിടെ ഒരു ഭാരം ഉണ്ട് നിങ്ങൾക്ക്, നല്ല കർമ്മം കൊണ്ട് ഉണ്ടായ ഭാരം. അവിടെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി അല്ല പോസിറ്റിവിറ്റിയാണ് വരേണ്ടത്. പക്ഷേ ഈ ഒരു നല്ല കർമ്മം ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിക്ക് പകരം നെഗറ്റിവിറ്റിയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ദൈവം സ്വയം അവിടെ എന്തെങ്കിലും രൂപത്തിൽ അവതരിച്ച് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വാതാവരണം, അതായത് നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലവും അവിടെയും നെഗറ്റിവിറ്റിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം എത്ര നല്ലത് ചെയ്തിട്ടും പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടാത്തത്. ചിലപ്പോൾ നിങ്ങളുടെ വീട് ആയിരിക്കത്തില്ല, നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരായിരിക്കാം അവർ നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടി നിങ്ങളുടെ മേൽ വച്ചേക്കുന്നതായിരിക്കാം. ഇവിടെ എത്ര നെഗറ്റിവിറ്റിയിലും നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് വിഷമിക്കണം? നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസും സാഹസികതയും നിങ്ങൾക്കൊരു സല്യൂട്ട് തരേണ്ട ഒരു സാഹസികതയും കോൺഫിഡൻസുമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ എപ്പോഴേ ഓടിപ്പോയേനെ ആ ഒരു സാഹചര്യം കണ്ട്. പക്ഷേ ഞാൻ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സല്യൂട്ട് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടാകും. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പെയിനിൻ്റെ ആ ഒരു കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ ഒരു സമയം 888 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, അബണ്ടൻസിൻ്റെ ആ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുകയാണ്. പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് എന്നാണ്. ഇവിടെ മിറാക്കിളിൻ്റെ ആ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റണം. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകണം.
ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി ലൈഫിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ചില സമയം ചില ഊർജത്തിൻ്റെ ആ ഒരു പ്രഭാവം നമ്മുടെ മേൽ ഇത്രമാത്രം വരും. ആ വ്യക്തികൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മേൽ ആ ഒരു ഊർജം പ്രവർത്തിക്കുന്നതായിരിക്കത്തില്ല, അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം. അത് ചിലപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ അവരുടെ ആ ഒരു എനർജി നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് മോശമായിട്ട് നമ്മളെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി പോസിറ്റീവിലേക്ക് പോയി നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കും. ഇവിടെ നമ്മളെ ലൈഫിൽ 2 രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒരു വ്യക്തി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം പോലും നിൽക്കും. ചില വ്യക്തികൾ ഇങ്ങനെയാണ്. അതായത് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ട് പോകും. അപ്പോൾ അത് അവരുടെ കുഴപ്പമില്ല. നമ്മൾ ആ ഒരു അവരുടെ ആ ഒരു എനർജിയുടെ പ്രഭാവം നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ഡിസ്റ്റൻസ് വച്ച് മുന്നോട്ട് നിങ്ങൾ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ ഏറ്റവും വലിയ സൊല്യൂഷൻ നമ്മുടെ ചിന്താഗതിയിൽ ചേഞ്ച് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. അത് നിങ്ങൾ ചെയ്യുക. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഈ ഒരു കളിയിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ ഈ ഒരു കളിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നാണ്. അത് നിങ്ങളുടെ ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളാണോ വരുന്നത് അത് സത്യമാകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതും ഒരു ട്രാൻസ്ഫർമേഷനാണ്. ചില മോശം സ്വപ്നങ്ങൾ വന്നപ്പോൾ അതും സത്യമായി, ചില നല്ല സ്വപ്നങ്ങൾ വന്നപ്പോൾ അതും സത്യമായി. ഇവിടെ കഴിഞ്ഞു പോയ സമയങ്ങളിൽ 3 സ്വപ്നം നിങ്ങൾ കണ്ടു. 3 സ്വപ്നവും വളരെ മോശമായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് ശരിയായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ വളരെ ഉദാസരായിട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ജൂലൈ 20-ന് ശേഷം നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി തകർന്ന് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അതായത് ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഭാരം, എന്തോ ഉള്ളിലൊരു ഭാരം, ഭയങ്കരമായിട്ട് പേടി, ഭയങ്കരമായിട്ട് വിഷമം, കരച്ചിൽ ഇതെല്ലാം നിങ്ങൾക്കുണ്ടായി. ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട്. ഇതും അല്ലാതെ അമ്മ സമാനമായിട്ടുള്ള സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വഴക്കിടുന്നു, നിങ്ങൾ പിണങ്ങുന്നു, അങ്ങനെ അവസ്ഥ. ഇവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ലൈഫ് ഏത് വഴിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന്. അത് 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് വഴി പോകണമെന്നറിയത്തില്ല, എവിടെയാണ് വാതിലെന്നറിയത്തില്ല. നിങ്ങൾ ഇങ്ങനെ എല്ലായിടവും തട്ടി നോക്കുകയാണ്. അങ്ങനൊരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയത്. ഈ ഒരു സ്ഥിതി നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മാനസികമായിട്ടുള്ള ആ ഒരു വിഷമം എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കും ഉണ്ടാകും. ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ മൂണിൻ്റെ ആ ഒരു എനർജിയുടെ പ്രഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര മാത്രം ഉണ്ടായത്. കാരണം ഫുൾ മൂൺ ഇപ്പോൾ കഴിഞ്ഞത്രല്ലേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു എനർജിയുടെ പ്രഭാവമാണ്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റിലുമുള്ള പല ആൾക്കാർക്കും ഇതേ സ്ഥിതിയിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോയത്. കാരണം അവർ കണ്ണുനീർ പൊഴിക്കുന്ന രീതിയിൽ വരെ അവസ്ഥ അവരെ കൊണ്ടെത്തിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം കഴിഞ്ഞു പോയ സമയം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം കഴിഞ്ഞു പോയി. ഇനി കാര്യങ്ങൾ വീണ്ടും പഴയതുപോലെ ബാലൻസിൽ വരുന്നതാണ്. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് റിക്കവറി ആവാൻ പോകുമ്പോൾ ദൈവം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചില ഐഡിയാസ് നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ ആ ഒരു ഐഡിയാസിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരു കോംപ്രമൈസും കൂടാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിതം ഇനി അങ്ങോട്ട് ജീവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രകൃതിയെ കേവലം നിങ്ങളുടെ സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാകുന്നതാണ് പ്രകൃതിക്കിഷ്ടം. വളരെ നല്ല ഒരു ലൈഫാണ് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ കുറച്ച് ഒരു മോശം സ്ഥിതി വന്നു, പക്ഷേ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക, അതിലൊരു മാറ്റം ദൈവം നടത്തുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പേടിയും ഭാരവും പ്രശ്നവും വിഷമവും എല്ലാം തരാൻ പോകുന്ന ആ ഒരു സ്ഥിതി പോയി. ഇനി നല്ല സ്ഥിതിയാണ് വരാൻ പോകുന്നത്.
ഏത് സിറ്റുവേഷനാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ റിലീസ് ചെയ്യുക. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ റിലീസ് ചെയ്യുക. ഈ ഒരു സമയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു സമയം നിങ്ങൾക്ക് ദുഃഖം തരാൻ വേണ്ടി വന്നതല്ല, പകരം മാനസികമായിട്ടൊരു ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് തരുവാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലെ ഭാരമെല്ലാം പോവാൻ പോവുകയാണ്. നെഗറ്റിവിറ്റി പോയി പോസിറ്റീവ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.